എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ഇനി തീരുമാനമെടുക്കേണ്ടത് ഒന്ന് ഈ ധനസഹായവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനപ്പുറം ഈ നാളെയാണ് പൂരം നടക്കേണ്ടത്. ആ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഉൾപ്പെടെ ഒഴിവാക്കണമോ, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ ഉള്ള മറ്റ് തുടർ നടപടികൾ വേണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ മന്ത്രിസഭാ യോഗം ഒരു തീരുമാനത്തിലേക്ക് എത്തും. അത് ദേവസ്വമാണ് അംഗീകരിക്കേണ്ടതെങ്കിലും മന്ത്രിസഭാ യോഗത്തിന്റെ സർക്കാരിന്റെ തീരുമാനം അത് ദേവസ്വത്തെ അറിയിക്കാനാണ് എന്തായാലും തീരുമാനിക്കുക. കളക്ടർ വഴിയോ അല്ലെങ്കിൽ കളക്ടർ വിളിക്കുന്ന യോഗത്തിലോ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിലോ ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും വലിയ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇനി മരണം ഉൾപ്പെടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സാമ്പിൾ വെടിക്കെട്ടും ഒപ്പം തന്നെ വെടിക്കെട്ടും പൂർണ്ണമായ വെടിക്കെട്ടും ഒക്കെ നിർത്തിവെക്കണമെന്ന കാര്യത്തിലുള്ള ആലോചനയാണ് നടക്കുക. എന്തായാലും തിരുവമ്പാടിക്ക് നിലവിൽ ഇനി ദേവസ്വത്തിന് ഈ വെടിക്കെട്ട് നടത്താൻ കഴിയില്ല. കാരണം അവർക്ക് വെടിക്കെട്ടിന് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കരിമരുന്നും ഉൾപ്പെടെയുള്ള എല്ലാ സാമഗ്രികളും നിലവിൽ കത്തി നശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് വെടിക്കെട്ട് നടത്താൻ കഴിയില്ല എന്ന കാര്യം അവർ എന്തായാലും അറിയിക്കാനുള്ള സാധ്യതയാണ്. ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് ഇങ്ങനെയൊരു വലിയ അപകടം നടക്കുകയും വലിയൊരു ദുരന്തമായി അത് മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി പൂരം അത് ചടങ്ങ് മാത്രമായി നടത്തി തീർക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ മന്ത്രിസഭാ യോഗം എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഏകപക്ഷീയമായി അങ്ങനെ നടപ്പിലാക്കാൻ കഴിയില്ല. ദേവസ്വവുമായി ആലോചിച്ച് ദേവസ്വം ബോർഡ് ദേവസ്വം രണ്ട് ദേവസ്വങ്ങളുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും അടിയന്തര ധനസഹായവും മറ്റ് സഹായങ്ങൾ ഉൾപ്പെടെയുള്ളവ ആശുപത്രികൾ ചികിത്സകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, തുടർ ചികിത്സകളും ഒപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ നൽകേണ്ട സാഹചര്യമുണ്ട്. അതിൽ മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം ഇന്ന് എത്തും. എന്തായാലും 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നത്. ജീന, വിജിൻ സൂചിപ്പിച്ചതുപോലെ 5 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഇതിനിടയിലാണ് നിർണായകമായ മന്ത്രിസഭാ യോഗം ചേരുന്നത്. അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. ഓൺലൈനായി മന്ത്രിമാർ, തൃശ്ശൂരുള്ള മന്ത്രിമാരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. പൂരം ഒരു ചടങ്ങ് മാത്രമായി നടത്തണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം ഇന്നുണ്ടാകും ഈ മന്ത്രിസഭാ യോഗത്തിൽ എന്നാണ് മനസ്സിലാക്കുക. അതിനുശേഷം നാളെ ദേവസ്വങ്ങളുടെ യോഗമുണ്ട്. സർക്കാരിന്റെ തീരുമാനം കണ്ടതിന് ശേഷം ദേവസ്വങ്ങളുടെ ഒരു യോഗത്തിന് ശേഷം ജനവികാരം കൂടി മാനിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം പൂരം നടത്തിപ്പ് ഇത്തവണത്തെ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുടുംബങ്ങൾക്കുള്ള ധനസഹായ പ്രഖ്യാപനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് ആ ഒരു വിലയിരുത്തൽ കൂടി മന്ത്രിസഭാ യോഗം നടത്തും. വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.